എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ദേ ഇന്ന് മുറത്തിൽ സൂത്രമുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ജോഷു ഒന്ന് എല്ലാവരോടും സ്വാഗതം പറഞ്ഞേ. എല്ലാവരോടും സ്വാഗതം. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം ജോഷു മുറത്തിൽ എന്താന്ന്. എന്നാ ബാ. ഓ കേളമ്പേ ജോഷു ഇതിനകത്ത് എന്തൊക്കെയാണ് ജോഷു ഉള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. പാവയ്ക്ക എല്ലാവരും കാണിച്ചു കൊടുത്തേ. പാവയ്ക്ക, കോവയ്ക്ക, പിന്നെ ഇതെന്താ ഇത്? നാരങ്ങ. അപ്പോൾ അത് നോക്കിയേക്ക് നമ്മുടെ പറമ്പിലുണ്ടായതാണ് കേട്ടോ. ഇതെല്ലാം നീട്ടുള്ള കോവലുണ്ട് കേട്ടോ, നീട്ടമുള്ള കോവയ്ക്കയുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 നോക്ക മതി, നല്ല തോരൻ കറി ഉണ്ടാക്കാം കേട്ടോ. നമുക്കൊരു അല്ലേ നല്ല ഒരു വീട്ടിലോട്ട് ഒരു 10-15 നോക്ക ഉണ്ടെങ്കിൽ തേങ്ങയൊക്കെ ചെറിയിട്ട് തോരൻ കറി ഉണ്ടാക്കാൻ നല്ലതാണ്. പിന്നെ ഈ ഇത് കണ്ടോ, ചെറിയ കോവയ്ക്കയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ ഈ കോവൽ. സാധാരണ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും കോവലെല്ലാം ചീഞ്ഞ് ഒക്കെ പോകുമല്ലോ. പക്ഷേ ഈ കോവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തും ഇഷ്ടംപോലെ നിറയെ കോവയ്ക്ക ഉണ്ടാവുമേ കേട്ടോ. ഈ പാവയ്ക്കെല്ലാം നല്ല കയ്പില്ലാത്ത പാവയ്ക്കയാണ് കേട്ടോ. അത് കണ്ട് നല്ല പാവയ്ക്കയാണ്, കയ്പൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് തോരനൊക്കെ വെച്ച് കൂട്ടാൻ നല്ലതാണ്. അതുപോലെ ചെറിയ പാവയ്ക്കൊക്കെയും കയ്പൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ അത് കാണിച്ചു കൊടുത്ത് ചെറിയ ഇഷ്യൂസൊക്കെ വരുന്നത് കണ്ടോ, വീഡിയോയിൽ എടുത്ത് വരുമ്പോൾ കാണാം കേട്ടോ. അതായത് കണ്ടോ ഈച്ച കുത്തുന്നത്, ഈച്ച കുത്തിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ഇഷ്യൂസൊക്കെ വരുവേ നമുക്ക് പാവലിനകത്ത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫ്രഷ് ഐറ്റംസാണ് കേട്ടോ നമ്മുടെ ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജൈവവളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുമ്മാ ഒന്ന് കഴുകി അതിൻ്റെ ചെടിയൊക്കെ ഒന്ന് കഴുകി, പിന്നെ ഈ പുഴുവൊക്കെ അല്ല ഈച്ചയൊക്കെ ഉള്ളതിൻ്റെ ഇതൊക്കെ ഒന്ന് കുത്തി കളയുക. അതുപോലെ എന്തെങ്കിലും പ്രാണികളൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് കളഞ്ഞാൽ മാത്രം മതി. വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് അല്ലേ വേണ്ട ഒരു 2-3 ദിവസത്തേക്കുള്ള കറിക്കുള്ളത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതാണ് നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ് ഇഞ്ചി പറിച്ച വീഡിയോയിൽ എല്ലാവരും കണ്ടതാണ് നമ്മുടെ ചെറുനാരങ്ങ. അല്ലെ ജോഷുവൊക്കെ ഇഷ്ടം പോലെ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് അങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചെന്ന് ചൂട്ടിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ പറക്കിക്കൊണ്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ നാരങ്ങയുണ്ട്. അപ്പം ഈ നാരങ്ങയൊക്കെ നമ്മൾ ഫ്രഷ് ആയതുകൊണ്ട് നല്ല ഇതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ എല്ലാ ഫ്രഷ് പച്ചക്കറി ഐറ്റംസ് ഇന്നത്തെ വിളവെടുത്തു. നമ്മൾ വിളവെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ എല്ലാവരെയും. അല്ലേ ജോഷു? എന്താ ജോഷു ഇതിനകത്ത് പരിപാടി തുടങ്ങി. ജോഷു എല്ലാം കുത്തിക്കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ജോഷുവിൻ്റെ രീതിയിൽ എല്ലാ പരിപാടികളും തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒന്ന് ക്രമീകരിക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ പറിച്ചൊക്കെ ഇട്ടപ്പോൾ കോവലൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് കൂട്ടിലൊക്കെ ആക്കി കൊണ്ടുവന്നു തോന്നുന്നുണ്ട്. ഇങ്ങനെ നമുക്കിവിടെ കൊണ്ടുവന്നെല്ലാം മുറത്തിൽ ഇടാനൊക്കെ ആയിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇടയ്ക്കൊക്കെ. ജോഷു എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സ്ഥലപരിമിതിയുടെ പ്രശ്നം കാരണം കൃഷി ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. എങ്ങനെയൊക്കെ കേട്ടോ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൃഷി ചെയ്യുക. പിന്നെ സ്ഥലമുള്ളവർ മടിയൊക്കെ പിടിച്ചിരിക്കുന്നവരുണ്ടാവും, അവരൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുക കേട്ടോ. അപ്പം നല്ല വിഭവങ്ങൾ നമുക്ക് കഴിക്കാമല്ലോ. അപ്പം ഇങ്ങനെ അല്ലേ നമ്മൾ കടയിൽ പോയ ഒന്നാമത്തെ എന്തോ ഒരു വിലവർത്തനമാണല്ലേ. നമ്മളൊരു പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്കറിയാമല്ലോ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 2 എണ്ണമൊക്കെ കിട്ടിയാൽ നമുക്കൊരു ചെറിയ തോരന് കിട്ടുമല്ലോ. ഇച്ചിരി തേങ്ങയൊക്കെ ചിരകിയിട്ട് കഴിഞ്ഞാൽ ചെറിയ തോരനൊക്കെ നമുക്ക് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സേവിങ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും പൈസ. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലേ. ഫ്രഷ് ആയിട്ടുള്ള സാധനമാകുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ കൃഷിയിലോട്ട് കടന്നു വരാനും കൂടുതൽ ഞങ്ങളെക്കാൾ നന്നായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട്, ഇനി കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇതിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൃഷി ചെയ്യുന്നവർ കൂടുതൽ വിപുലീകരിക്കുക, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൃഷിയിലോട്ട് കടന്നു വരിക കേട്ടോ. നമ്മുടെ വീഡിയോയിലോട്ട് ഒരു കുഞ്ഞ് അതിഥിയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിൽ 2 വീഡിയോയിൽ വന്നേക്കുന്നതാണ്. കുപ്പിവളക്കിലും പുൽക്കൂട്ടിലൊക്കെ വന്നേക്കുന്നതാണ് അല്ലേ. നമ്മൾ കുഞ്ഞ് ലിയോച്ച വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവ ഇവിടെ ജോഷു കാണിച്ചു കൊടുത്ത കുഞ്ഞാനെ പച്ചക്കറി കാണിച്ചു കൊടുത്ത മോനിസേ ഉണ്ടോ. പച്ചക്കറി കാണിച്ചിരട്ടെ ചേട്ടായി, പച്ചക്കറി കാണിച്ചിരട്ടേന്ന്, പച്ചക്കറി കാണിച്ചിരട്ടേന്ന് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തേ, കുഞ്ഞാനെ കാണിച്ചു കൊടുത്തേ.
ആ പാവയ്ക്ക കാണിച്ചു കൊടുത്തേ. ഇത് കണ്ടോ ലിയാച്ച? ഇത് നോക്കി, കോവയ്ക്ക കാണിച്ചു കൊടുത്തേ ജോഷു. ആ പാവയ്ക്ക കാണിച്ചു കൊടുത്തേ കുഞ്ഞാനെ. ജോഷു അതെല്ലാം ഇങ്ങനെ പിരമിഡ് പോലെ ഉണ്ടാക്കുവാണേ. അപ്പോൾ ലിയോച്ച ഇത് കണ്ടോ, ഇത് പാവയ്ക്ക കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളും 132 പേരായി കേട്ടോ. അപ്പോൾ ഇനിയും എല്ലാവരും നമ്മുടെ കുടുംബത്തിലോട്ട് കടന്നു വരണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടമാകുന്നവർ, നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലേ ലിയോച്ചന് ഓടി നടക്കാറാകുമ്പോൾ കൃഷ്ണത്തോട്ടത്തിൽ കൂടെ ഓടി നടന്ന് അല്ലേ? ആ ശരി. പറക്കില്ലേ നമ്മള്? പറക്കില്ലേ? പച്ചു അല്ലേ? പച്ചും കുഞ്ഞാവൻ പറക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. മേലോട്ടാ നോക്കുന്നത്. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാൻ ഇംഗ്ലീഷ് അറിയത്തില്ല കൊച്ചിന്. അതുകൊണ്ട് കൊച്ചിനെ ഇങ്ങോട്ട് ഇംഗ്ലീഷ് അറിയത്തില്ലെന്നേ, പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്നാൽ ശരി കേട്ടോ. ഓക്കെ ബൈ.